മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി എൻ. അരുൺ പ്രതികരിച്ചു. എൽ.ഡി.എഫിന്റെ എല്ലാ സംവിധാനങ്ങളും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും വികസന പ്രവർത്തനങ്ങൾ ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ. അരുൺ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് എൽ.ഡി.എഫ് മൂവാറ്റുപുഴ കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടിരിക്കുന്നത്. നല്ല ലീഡ്, ഒരു 5000-ന് മുകളിൽ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നല്ല സ്വീകാര്യത എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിക്കും എൽ.ഡി.എഫിനും മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. തുടക്കം മുതലേ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇടതുപക്ഷം മുന്നോട്ട് പോയി. കഴിഞ്ഞ 5 വർഷക്കാലത്തെ എം.എൽ.എയുടെ പ്രവർത്തനം നല്ല തോതിൽ വിലയിരുത്തുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ എം.എൽ.എയുടെ ഒരു അനിവാര്യത മണ്ഡലത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നല്ല ഒരു റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോഴും ഇടത് സാധ്യതയുള്ള കേന്ദ്രങ്ങളിലൊക്കെ നല്ല പോളിംഗ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇടത് വോട്ടുകൾ പ്രത്യേകം തിരിച്ച് ചുമതലക്കാരെ നിശ്ചയിച്ചിരുന്നു. ആ ചുമതലക്കാരൊക്കെ 203 ബൂത്തിലും വളരെ കൃത്യമായി തന്നെ വോട്ടുകൾ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന വോട്ടുകളെല്ലാം തന്നെ ചെയ്യിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്കും മുന്നണിക്കും നല്ല സ്വീകാര്യതയാണ് മണ്ഡലത്തിലുടനീളം ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളതെന്നും എൻ. അരുൺ പറഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും ഒരു പാറ്റേണിലായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ വിധി വരുന്നത്. നമ്മൾ എൽ.ഡി.എഫ് യു.ഡി.എഫ് കണക്ക് നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവാം, വലിയ വ്യത്യാസം ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. പക്ഷേ ആ പരമ്പരാഗത എൽ.ഡി.എഫ് യു.ഡി.എഫ് എന്നുള്ള ആ കണക്കിന്നൊക്കെ വിരുദ്ധമായിട്ടുള്ള വോട്ടുകളായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും വീട്ടമ്മമാരുടെ വലിയൊരു സപ്പോർട്ട് എൽ.ഡി.എഫിന് നിന്ന് കേരളത്തിൽ ലഭിക്കുന്നുണ്ട്, പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ വോട്ട് എൽ.ഡി.എഫിന് അനുകൂലമാകും. ചെറുപ്പക്കാരുടെ വോട്ടുകൾ അനുകൂലമാകും. അതുകൂടാതെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായ എല്ലാവരുടെയും സപ്പോർട്ട് എൽ.ഡി.എഫിന് കിട്ടും. സവിശേഷമായ ചില സാഹചര്യങ്ങളും മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല വിജയം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് മൂവാറ്റുപുഴയിൽ ഉണ്ടാകും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 5000-ന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷമാണ്. ചിട്ടയായ പ്രവർത്തനമാണ് എൽ.ഡി.എഫ് മണ്ഡലത്തിലുടനീളം കാഴ്ചവെച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ ക്ഷേമവികസന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്നും അരുൺ പറഞ്ഞു.